ഹായ് ഡിയർ സുഗമോദേവി സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവിക്കാണെങ്കിൽ നന്ദനെ കാണാത്തത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ വരുന്നത് തന്നെയായിരിക്കും നന്ദനെ ഒളിപ്പിച്ച് വെച്ചിരുന്നുള്ള കാര്യം ഒന്ന് ഉറപ്പാക്കിയിട്ട് ദേവിയാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ദേവിയാണെങ്കിൽ അരുന്ധതിയോട് പറയുന്നുണ്ട്, ഇനി എന്തും തന്നെ മറച്ചു വെച്ചിട്ട് കാര്യമില്ല, പോലീസിനെയും കൂട്ടിയായിരിക്കും ഞാൻ അടുത്തത് വരാൻ പോകുന്നത്. എന്തായാലും കോടതിയിൽ കേസ് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ കോടതിയിൽ വെച്ച് നമുക്ക് കാണാം. നിങ്ങളെ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ സംശയം. എൻ്റെ നന്ദന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നീട് ഞാൻ നിങ്ങളെ വെറുതെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കണമെന്നൊക്കെ നമ്മുടെ അരുന്ധതിയോട് ദേവിക പറയുന്നുണ്ട്. അങ്ങനെ ഇസബെല്ലയുടെ അച്ഛനാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കോടതിയിൽ കേസ് എത്തിയത് കൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഇനി കോടതി പ്രതികരിക്കാൻ പോകുന്നത്, സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞാൽ എൻ്റെ ജോലി പോകുമെന്നുള്ള അവസ്ഥയിലായിരിക്കും ഞാനിനി ഉണ്ടാവുക, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ ഇസബെല്ലയോട് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഇസബെല്ലയോടാണെങ്കിൽ പറയുന്നത്, ഏത് സമയം പോലീസുകാർ ഇവിടെ എത്തിയേക്കാം, നിന്നെ ചോദ്യം ചെയ്തേക്കാം, അതല്ല നീ ഉറച്ച തീരുമാനത്തോടെ നിനക്കറിയില്ല എന്ന് മാത്രമേ നീ പറയാൻ പാടുള്ളൂ, നിൻ്റെ നിലപാട് നീ ഒരിക്കലും മാറ്റാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ അച്ഛനാണെങ്കിലും മോൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് ഇസബെല്ലയ്ക്കാണെങ്കിൽ. അതിനുശേഷം ഇസബെല്ല പറയുന്നുണ്ട്, ഞാൻ എന്തായാലും എൻ്റെ നിലപാടിൽ നിന്ന് ഒരിക്കലും ഉറച്ച നിലപാടിൽ നിന്ന് മാറില്ല വെച്ചാൽ അച്ഛൻ എന്തായാലും പേടിക്കൊന്നും വേണ്ട എന്നുള്ള രീതിയിലൊക്കെ ഇസബെല്ല സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ദേവിയാണെങ്കിൽ പ്രഭാവതിയെ കാണാൻ വരുന്നുണ്ട്. പ്രഭാവതിയാണെങ്കിൽ എന്നും വിളിച്ച് ദേവികയാണെങ്കിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞ് മോശം കൊണ്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ദേവിക പറയുന്നുണ്ട്, ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അമ്മ എപ്പോഴും വിളിച്ച് എന്നെ ഓരോന്ന് പറയുകയാണ്, ഞാൻ നന്ദൻ്റെ കാര്യത്തിൽ ഒന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല, നന്ദുവിനെ ഞാനാണ് എവിടെയോ പിടിച്ചു വെച്ചതെന്നാണ് അമ്മ സംസാരിക്കുന്നത്, എനിക്കാണെങ്കിൽ ഒന്നും കേട്ടുനിന്ന് സഹിക്കാൻ വയ്യച്ചാൽ ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നുള്ളതിലൊക്കെ നമ്മുടെ ദേവികയാണെങ്കിൽ സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട്. പ്രഭാവതി പറയുന്നുണ്ട്, എന്തായാലും നീ ഒരു ഭാര്യയാണോ, നീ ഇത്രയും വലിയൊരാളായിട്ട് പോലും നിനക്ക് എൻ്റെ മകനെ കണ്ടുപിടിക്കാൻ ഇത്രയായിട്ടും കഴിഞ്ഞില്ലല്ലോ, ഇനി നീ പിന്നെ എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേവിയെ ഒരുപാട് കുറ്റം പറയുന്നുണ്ട്. അങ്ങനെ ദേവിയെ പോയതിനു ശേഷമാണെങ്കിൽ നമ്മുടെ സിദ്ധാർത്ഥനാണെങ്കിൽ പ്രഭാവതിയോട് പറയുന്നുണ്ട്, ഇവിടെ വീട്ടിൽ നിന്ന് കരയാനും ഇവിടുന്ന് അലറി വിളിക്കാൻ മാത്രമേ നിനക്ക് കഴിയുള്ളൂ, പുറത്തിറങ്ങി അന്വേഷിക്കുന്ന പ്രശ്നം നിനക്കതറിയില്ല. എന്തായാലും ദേവിക മോളാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നന്ദനെ അന്വേഷിക്കാനാണെങ്കിൽ, നന്ദന എവിടെയാണെങ്കിലും നിൻ്റെ മുമ്പിൽ അവൾ എത്തിച്ചിരിക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്, അവൾക്ക് പറ്റുന്ന പോലെയൊക്കെ അവൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ എവിടെ നിന്നാണ് നന്ദനെ എടുത്ത് നിനക്ക് കൈ തരേണ്ടത്, നീ എന്താ ഒരു കാര്യം മനസ്സിലാക്കാത്ത രീതിയിൽ സംസാരിക്കുന്ന പ്രഭാവതി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നന്ദൻ. സിദ്ധാർത്ഥനാണെങ്കിൽ പ്രഭാവതിയോടാണെങ്കിൽ പ്രഭാവതി പറയുന്നുണ്ട്, എനിക്കറിയാം ഇനി കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്, ഇവിടെ ഇത്രയും കാലം നിങ്ങളൊക്കെ വിശ്വസിച്ച് നിങ്ങൾ പറയുന്നതൊക്കെ കേട്ട് ഞാൻ ജീവിച്ചു, ഇനി അത് സാധിക്കില്ല, എൻ്റെ മകനെ കാണാനായിട്ട് ഇന്നേക്ക് ഒരുപാട് ദിവസങ്ങളായി, ഇനി എന്തായാലും അവനെ കണ്ടുപിടിച്ചിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നുള്ളൂ, എന്നെ ആരും തടയേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, എന്നാൽ പോയി നിൻ്റെ കാര്യങ്ങളൊക്കെ നീ ചെയ്ത് തീർക്ക്, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, ഇവിടെ ഇരുന്ന് വാചകടിക്കാൻ ആർക്കും കഴിയും, പുറത്തിറങ്ങി അവനെ അന്വേഷിക്കാൻ ഒരുപാട് പണിയുണ്ടെന്നുള്ള കാര്യം നിനക്ക് മനസ്സിലാകുമ്പോൾ നീ താനെ ഇങ്ങോട്ട് നിന്ന് വന്നോളും, എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി പോവാണെന്നൊക്കെ പ്രഭാവതി പറയുന്നുണ്ട് സിദ്ധാർത്ഥനോടായിട്ടാണെങ്കിൽ. എൻ്റെ മകനെ എനിക്ക് കാണണമെന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ മകൻ അല്ലെന്നല്ലേ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് അവനെ കാണണമെന്ന് പോലും ഇല്ലല്ലോ, എന്തായാലും സിദ്ധു എന്താ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്, എന്തായാലും സ്വന്തം മകനെ കാണാതിരുന്നിട്ടും സിദ്ധുവിന് ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്ന രീതിയിലൊക്കെ പ്രഭാവതി സംസാരിക്കുമ്പോൾ സിദ്ധാർത്ഥൻ പ്രഭാവതിയോട് പറയുന്നുണ്ട്, നിന്നോട് സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല, ഞാൻ എന്തായാലും എൻ്റെ മകനെ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്, നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ വരാം എന്നൊക്കെ പറയുന്നുണ്ട് സിദ്ധാർത്ഥനാണെങ്കിൽ. അതിനുശേഷം ദേവികയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അതുകൊണ്ട് തന്നെ ദേവിയാണെങ്കിൽ മുരളിയോടായിട്ട് പറയുന്നുണ്ട്, എല്ലാവരും എന്നെയാണ് കുറ്റം പറയുന്നത്, ഞാൻ എന്ത് ചെയ്തിട്ടാണ്, നന്ദനെ എവിടെയെങ്കിലും കണ്ടെത്തി ഒന്ന് കഴിഞ്ഞ് സമാധാനമായിട്ട് ഒരു ദിവസമെങ്കിലും എനിക്ക് ആശ്വാസത്തോടെ ഇരിക്കാമായിരുന്നു, നന്ദനാണെങ്കിൽ എവിടെയാണെന്ന് വെച്ചാണ് ഞാൻ അന്വേഷിക്കേണ്ടത്, കേസ് കൊടുത്ത അയാളാണെങ്കിൽ അത് അന്വേഷിക്കുന്ന പോലുമില്ല, എന്തായാലും കോടതിയിലോട്ട് കേസ് പോയിട്ടുണ്ട്, എന്തായാലും എന്തെങ്കിലുമൊക്കെ തെളിവ് കിട്ടുമായിരിക്കും എന്നൊക്കെ നമ്മുടെ മുരളിയോട് പറയുന്നുണ്ട് നമ്മുടെ ദേവികയാണെങ്കിൽ. അതിനുശേഷമാണെങ്കിൽ പ്രകാശനാണെങ്കിൽ നമ്മുടെ നന്ദനെ കള്ളം പറഞ്ഞ് പിടിച്ചു വെച്ചിരിക്കുകയാണ്. പ്രകാശനാണെങ്കിൽ മറ്റാരുടെയോ സഹായമായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പ്രകാശനാണെങ്കിൽ കോളിലൂടെ ആരോടും സംസാരിക്കുന്നുണ്ട്. അയാളോട് പറയുന്നുണ്ട്, എന്തായാലും നന്ദനെ ഞാനൊരു മണ്ടനാക്കിയിട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവൻ എന്തായാലും ജീവനോടെ ഇവിടെ ഉണ്ടാവില്ല, അതിൻ്റെ മുന്നേ വന്ന് കാണണമെങ്കിൽ നിങ്ങൾക്ക് കാണാം, പിന്നെ കണ്ടിട്ടില്ലെങ്കിൽ എന്നെ ഒന്നും പറയരുത് എന്നൊക്കെ പറയുന്നൊരു പ്രകാശനാണെങ്കിൽ ഫോണിലൂടെ. അതിനുശേഷമാണെങ്കിൽ പ്രകാശൻ നന്ദൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, നീ പേടിക്കേണ്ട നന്ദ, ഞാൻ നിന്നെ സഹായിക്കാനാണ് വന്നിരിക്കുന്നത്, നിനക്കൊരു പേടിയും തോന്നണ്ട, നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, എന്ത് ഭക്ഷണം വേണമെങ്കിലും ഞാൻ കൊണ്ടുതരാം, നീ പുറത്തിറങ്ങിയാൽ ഇപ്പോൾ അത് രക്ഷയുള്ള കാര്യമല്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നോടിപ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, അതുകൊണ്ട് നീ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രകാശനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മുടെ പ്രകാശിൻ്റെ കൂടെയുള്ള ഒരു ഗുണ്ടയോടാണെങ്കിൽ നന്ദൻ ചോദിക്കുന്നുണ്ട്, എന്നെ ഈ അവസ്ഥയിലെങ്കിലും കണ്ടിട്ട് നിങ്ങൾക്കൊന്ന് സഹായിച്ചൂടെ, എന്തിനാണ് എന്നെ ഇവിടെ ഇട്ടിരിക്കുന്നതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആരുമില്ലാത്ത തകം നോക്കി ആ പ്രായം ചെന്ന ആ ഗുണ്ടയാണെങ്കിൽ
നമ്മുടെ നന്ദനോടായിട്ട് പറയുന്നുണ്ട്, നിന്നെ ഇവിടെ രക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നതൊന്നുമല്ല, നിന്നെ കൊല്ലാൻ തന്നെയാണ് കൊണ്ടുവന്നത്. നിനക്ക് ഓടി രക്ഷപ്പെടണമെങ്കിൽ ഓടി രക്ഷപ്പെടാം, പക്ഷേ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല. അത് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്തായാലും നിന്നോട് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടോ. ഇവരുടെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നിനക്ക് പിന്നീട് ഒരു രക്ഷ ഉണ്ടാവില്ല. നിന്നെ കാണാൻ നാളെയോ മറ്റന്നാളോ ആയിട്ട് ഇവിടെ ഒരാൾ വരും. അയാൾ വരുന്നതിന് മുന്നേ നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ എത്രയും പെട്ടെന്ന് നീ രക്ഷപ്പെടുന്നതായിരിക്കും നല്ലത്. നിൻ്റെ ജീവിതം ഓരോ നിമിഷവും ആപത്താണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ആ വൃദ്ധനാണെങ്കിൽ നമ്മുടെ നന്ദനാണെങ്കിൽ ഒരു ഫോണ് കൊടുക്കുന്നുണ്ട്, ഫോൺ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ. അങ്ങനെ നന്ദനാണെങ്കിൽ ആ ഫോൺ കോൾ കൊടുത്തതിന് ശേഷമാണെങ്കിൽ നന്ദൻ ദേവികയാണ് വിളിക്കുന്നതന്നെ. ദേവികേനെ വിളിച്ചോടൻ തന്നെ ദേവികയെ ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം സിദ്ധാർത്ഥനാണ് വിളിക്കുന്നത് തന്നെ. സിദ്ധാർത്ഥനെ വിളിച്ചിട്ട് ഞാൻ എവിടെയാണുള്ളത്, ഇങ്ങനെ അകപ്പെട്ടിരിക്കുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ കോൾ കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം എന്തായാലും നമ്മുടെ നന്ദനയാണെങ്കിൽ നമ്മുടെ സിദ്ധാർത്ഥനും ദേവിയെയും എല്ലാവരും കൂടെ രക്ഷിച്ചിരിക്കുന്ന ഒരു എപ്പിസോഡായിട്ടായിരിക്കും അടുത്തൊരു എപ്പിസോഡ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ഒരു സീരിയൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ.